ഗൈസ്, അപ്പം ഇതൊരു പുതിയ വീഡിയോ ആണ്. അതായത് അഭിനയത്തിന്റെ പല രീതിയിൽ നമ്മളിവിടെ പരീക്ഷിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് വളരെയധികം സ്വാഗതം. ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ಈ ಪ್ರಪಂಚನ ಗೆದ್ದಿರೋ ಅಲೆಕ್ಸಾಂಡರ್ನ ಮೆರವಣಿಗೆ ಮಾಡಿಸ್ದಂಗಿತ್ತು. തോന്നിവാസം കാണിച്ചിട്ട് ഇവിടെ ചെലച്ചാണ്ടല്ലേ എടുത്തു വെച്ചേക്കുന്ന രീതി ഉണ്ടല്ലേ. നായകനെ കുറിച്ച് ആരാലോചിക്കുന്നു? നായികയല്ലേ നമുക്ക് പ്രധാനം. ആരാ നായിക? ആര്? നമ്മുടെ എല്ലാ രോമാഞ്ചമായ ഞാൻ ചേച്ചിയുടെ ഒരു ആരാധകനാ. ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടു. So nice of you. കൂടെ ഒരു ഫോട്ടോ എടുത്താ മതി. എടുത്തോട്ടെ. പിന്നെന്താ, 1 minute, ഞാൻ ഡ്രസ് മാറ്റിട്ട് വരാം. ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ലോട്ടറി അടിച്ചോടാ. കറക്റ്റ് കാര്യം നമ്മളെ ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കണം. മോള് പറയൂ. ಒಂದು ಸುಂಟರ ಗಾಳಿಯ ತೇಲ್ತಿಸ ആ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നേ. എനിക്ക് തോന്നുന്നു മെഡിസിന്റെ എഫക്ട് ഇപ്പോഴായിരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ടാവുക. വെട്ടിനിരത്തിൽ പാർട്ടി നയമാണ് നടപ്പിലാക്കിയേ പറ്റൂ. ತಾವು ಹಿಂಗೆ ಬರ್ತದೆ ಅಂತ ಮುಂಚೆನೆ ಗೊತ್ತಾದ್ರೆ ಆ ಮನುಷ್ಯನ ತಡೆಯಕ್ಕಾಗ್ತದೇನಪ್ಪ. അത് ശരി. കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളുവേ. എനിക്ക് ഇവന്റെ തന്ത അറിയാം. പപ്പുന പേര്, പോമറേനിയനാ. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും വെയിറ്റില്ല. എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ എന്നൊക്കെ വാങ്ങിച്ചോണ്ടെന്നറിയോ? ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി. ഓക്കെ ആണോ? അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഇനി മേലാൽ ഈ വക പരിപാടിയായിട്ട് എങ്ങാനും ഈ വഴി വന്നാൽ നിന്റെ മോന്തയുടെ ഷേപ്പൊന്നല്ലേ? അതെ, അതൊക്കെ കേട്ടോ, കുഴപ്പമില്ല. ಅಂತ್ಯಾಲ್ರಿ ആരംഭ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയ്ക്കരുത്. എന്താണെന്ന് അറിയില്ല. നിന്നോട് മുമ്പ് ഒരിക്കലും പറയാൻ തോന്നാത്ത ഒരു കാര്യം ഇപ്പൊ പറയണം തോന്നുക. ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കുക അല്ലടാ. എന്താ